രാവിലെ എക്കോ ഉണ്ടോയെന്ന് അറിയത്തില്ല സൗണ്ടിന്. രാവിലെ എണീറ്റ് റെഡിയായി. ഇപ്പോൾ ഏകദേശം സമയം ഒരു 9:15. നമ്മൾ എണീറ്റപ്പോൾ നല്ല ഡിലേ ആയി. ഇന്നലെ രാത്രി പിന്നെ ഒരിടത്തും പോകാൻ നിന്നില്ല. പോണ്ടിച്ചേരിയിൽ നല്ല മഴ. പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ച് അതെല്ലാം കഴിഞ്ഞത് ഇന്ന് രാവിലെ ഇപ്പം ഓറോവിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഓറോവിൽ പോകണം. അതിന് മുന്നേ സെറനിറ്റി ബീച്ചുണ്ട്. സോ ആ ബീച്ചും കൂടെ കവർ ചെയ്തിട്ട് പോകാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു. സോ അതാണ് ഇന്നത്തെ ഒരു ട്രിപ്പ് ഐറ്റിനറി. ഹിയർ വി ആർ അറ്റ് സെറനിറ്റി ബീച്ച്. നമ്മുടെ സ്റ്റേയുടെ അടുത്ത് നിന്ന് ഒരു 3.5 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് ലൈക്ക് സ്കൂട്ടർ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. കാരണം ഈ റോഡൊക്കെ അത്രയും ചെറുതായതുകൊണ്ട് വലിയ വണ്ടികളും കാര്യങ്ങളൊന്നും അത്ര പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തി. ഇവിടെ അത്യാവശ്യം ക്രൗഡ് ഓക്കെ നമുക്ക് അത്രയും ഓവർ ക്രൗഡെന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് വി ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് എൻജോയ്. സോ എന്താ ലൈക്ക് ഇപ്പോൾ ഓൾറെഡി ഫുൾ ഡ്രസ്ഡ് ആയിരിക്കുന്നതുകൊണ്ട് ബീച്ച് വെയർ ആയിട്ടുള്ള രീതിയിലൊന്നും സെറ്റ് ചെയ്തില്ല. പറ്റുകയാണെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് വേണേലും ഇവിടെ വരാം സൺസെറ്റ് കാണാൻ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നു. സോ യാ, നമ്മൾ സെറനിറ്റി ബീച്ചിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നിങ്ങളൊരു കാര്യം കാണുന്നുണ്ടോ? നല്ല വെയിൽ കണ്ടോ? നല്ല പോണ്ടിച്ചേരി ഇപ്പോഴാണ് ആ ഒരു വെതർ പ്രോപ്പറായിട്ട് സെറ്റ് ആയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ ഒരു കഫേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് ആൻഡ് ചോക്ലേറ്റിൽ പോകണമെന്നായിരുന്നു. ബട്ട് അത് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. പിന്നെ ടാൻഡോ പിസേരിയ എന്ന് പറയുന്ന പിസേരിയ ഉണ്ട്. ബട്ട് അതും 12:30 ആവും. സോ ലൈക്ക് എന്തെങ്കിലും ഒരു കഫേയിൽ പോയി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. സോ യാ, ലൈക്ക് ഇവിടുന്ന് വയ്യേ വണ്ടി എടുത്ത് നമ്മൾ പോവാണ്. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഇവിടുത്തെ ഇത് ഓറോവിൽ മെയിൻ റോഡാണെന്ന് തോന്നുന്നു. അതെ, ഇതാണ് ഓറോവിൽ മെയിൻ റോഡെന്ന് മാപ്പിൽ കാണിക്കുന്നത്. ആ ഒരു ഏരിയയിൽ ഓൾമോസ്റ്റ് ഒക്കെ ഒത്തിരി കഫേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആൻഡ് നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു ഹോപ്പ് കഫേ എന്ന് പറയുന്നൊരു കഫേയാണ്. ആൻഡ് ഇറ്റ്സ് റിയലി ബിഗ് ആൻഡ് ഗുഡ് ആസ് വെൽ, ഐ തിങ്ക് സോ. ഇനി ഫുഡ് കഴിച്ച് ഫുഡ് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. പറയണോ? നമ്മൾ മാതൃമന്ദിർ ഓറോവിലുള്ള ആ ഒരു മന്ദിറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പം സമയം എത്ര 1:30 ആയെന്ന് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം 1:30 ആയി. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം റിപ്പബ്ലിക് ഡേ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുമൊക്കെ ഉണ്ട്. ഇവിടുന്ന് മന്ദിർ കണ്ടതിന് ശേഷം, ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള മന്ദിരമാണ്. സോ ആ മന്ദിർ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ഫ്രഞ്ച് ടൗണോ ആ ഒരു ഏരിയാസ് ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇന്നലെ പ്രോപ്പറായിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല, മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ട്. സോ ഇന്നത് പറ്റുകയാണെങ്കിൽ ഒന്ന് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ട്. ആൻഡ് ദിസ് ഏരിയ ഈസ് ആക്ച്വലി ഗുഡ്.
അപ്പോൾ ഗൈസ് പറഞ്ഞു വന്നത്, ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണൊരു സൂര്യ വെളിച്ചവും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വരുന്നത്. ഇന്നലെ ഫുള്ള് സൂര്യനില്ലാതെ ഈ മഴയും കൊണ്ട് പോണ്ടിച്ചേരി ഇതാണോ പോണ്ടിച്ചേരി, ഇങ്ങനെയാണോ പോണ്ടിച്ചേരി, ഇതാണോ പോണ്ടിച്ചേരിയിലെ ക്ലൈമറ്റ് എന്ന് വരെ ക്വസ്റ്റ്യൻ ചെയ്തു പോയ ഒരു നിമിഷമായിരുന്നു ഇന്നലെ. ബട്ട് ഇന്നിപ്പം ഇറ്റ്സ് എൻറ്റയർലി ഓപ്പോസിറ്റ്. ഇത് ഭയങ്കര വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി ഹാവിങ് എ വെരി ഗുഡ് വൈബ്. പിന്നെ കുഴപ്പമില്ല, ലൈക്ക് വി ആർ ആക്ച്വലി എൻജോയിങ്. സോ ഗൈസ്, അതിൻ്റെ ആ ഒരു അകത്തു നിന്ന് വന്നതിന് ശേഷം ലൈക്ക് ഇവിടെയാണ് നമ്മുടെ പാസസും കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് പാസസ് കിട്ടി 1 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഷെയ്ഡി, ഒരു എന്താ പറയുക, ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് നമുക്ക് ലൈക്ക് പിന്നെയും പോകാനുണ്ട് കുറച്ചുകൂടെ, ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ എന്ന് തോന്നുന്നു. ഇല്ലടാ, അത് എക്സിറ്റാ, ഇത് വോക്ക്. സോ ഗൈസ്, നമുക്കൊരു പാസ്സൊക്കെ കിട്ടി, 4 പേര്. നമ്മൾ ഈ വഴി നമുക്ക് പോകാനുള്ളത്. ആൻഡ് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ എക്സിറ്റ് എനിക്കൊന്നും അവിടെ വരും, ആ ഒരു ഏരിയയിൽ എക്സിറ്റും വരുമെന്ന് തോന്നുന്നു. സോ യാ, ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മളൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചു. ആൻഡ് ഇത് 150ക്കുള്ള വെർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. 150 എന്നാണ് അവർ പറഞ്ഞത്. ആൻഡ് MRP ഒക്കെ ഉണ്ട് 150. സോ യാ, ലൈക്ക് എന്തെങ്കിലും പോകുമ്പം ഒരു സോനിയർ വേണ്ട ഇവിടുന്ന്. അപ്പം അങ്ങനെയായിട്ട് കളക്ട് ചെയ്ത്, ഇതിലും അടിപൊളി സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതും നോക്കണം. ഇവിടെ അധികം കളക്ഷൻസും കാര്യങ്ങളൊന്നും കണ്ടില്ല ഈ ഒരു ഏരിയയിൽ. സോ യാ, ലൈക്ക് ഇത് ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ. കുറച്ച് സാധാരണ ഒന്നര അത്ര ഇതായിട്ട് തോന്നുന്നില്ല. പിന്നെ എനിക്കൊന്ന് ചൂടും കൂടെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ആ ഒരു ചെറിയൊരു ടയർഡ്നെസ് ഉണ്ട്. ഗൈസ്, പറഞ്ഞു വന്നത്, ഇതൊരു കാടിൻ്റെ അകത്തുള്ളൊരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് കുറേ കാടും ഏക്കർ കണക്കിനോളം സ്ഥലം എനിക്ക് തോന്നുന്നു ഇവർ ഈ ഒരു കൺസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യും. കൺസ്ട്രക്ഷൻ എന്ന് പറയും, ഇതിനെന്തോ കുറേ ഇതിൻ്റെ പുറകിൽ കുറേ ഹിസ്റ്ററീസും കാര്യങ്ങളുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാനിത് ഒത്തിരി സ്റ്റേറ്റ് ചെയ്യുന്നില്ല. അറിയാത്ത കാര്യം നമ്മൾ സ്റ്റേറ്റ് ചെയ്ത് ചുമ്മാ ഒരു ഇതാക്കണ്ടല്ലോ. ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും കൂടെ മേടിച്ചാൽ അങ്ങനെ. ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ച് പൈസ മുഴുവൻ തീരുമെന്ന് തോന്നുന്നു. ഇപ്പം ഇതിനും 150, ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല, ഫിക്സ്ഡ് പ്രൈസ് ഓൺലി. ആൻഡ് ഐ ഡോണ്ട് നോ, നമ്മൾ ഇനിയും കുറേ നടക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്കാണ് പോകാനുള്ളത്. മോട്ട് ഗോ. ഗൈസ്, നമ്മൾ ഏകദേശം അടുത്തെത്താറായി തോന്നുന്നു. കാരണം പാസ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചു. ആൻഡ് ഇനി ഇവിടുന്ന് വളരെ ഫ്യൂ മിനിറ്റ്സ് ഓഫ് വോക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ലെറ്റ്സ് സീ ഇഫ് വി ക്യാൻ ജസ്റ്റ് ഗെറ്റ് എ സ്മോൾ ഗ്ലിംസ് ഓഫ് ദാറ്റ് ഗോൾഡൻ ഗ്ലോബ് സ്ട്രക്ചർ. അതിൻ്റെ ഒരു വ്യൂ കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടെയാണോ അവിടെയാണോ? യെസ് ഗൈസ്, യെസ്, അതാണ് സംഭവം. നമ്മൾ വ്യൂ പോയിൻ്റ് വോക്ക് ചെയ്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇത്രയും വോക്ക് വെർത്തിന് വന്ന ഒരു സ്ഥലം. ഭയങ്കര വെയിലാണ്, അതാണ് എൻ്റെ കണ്ണ് എനിക്ക് തുറക്കാനേ പറ്റുന്നില്ല. സോ ഇതാണ് ആ ഒരു വ്യൂ പോയിൻ്റ്. ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കണം. എന്താണ് ഇതിൻ്റെ ഒരു ലൈക്ക് മെയിൻ തീം, എന്താണ് ഈ ഒരു മോണുമെൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി. എനിക്കൊന്നും ഇതിനകത്ത് കയറാൻ പറ്റും, ബട്ട് അതിനെന്തോ ഒരു സ്പെഷ്യൽ പാസും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കണം. അത് ഇത്തവണ എടുക്കാൻ പറ്റിയില്ല. സോ യാ, ലൈക്ക് നെക്സ്റ്റ് ടൈം വരികയാണെങ്കിൽ അത് വേണേൽ ട്രൈ ചെയ്ത് നോക്കാം. സോ യാ, ലൈക്ക് ദിസ് ഈസ് ദ വ്യൂ
ഇത്രയും ഒരു വാക്കിന് വർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇങ്ങനെ ഒരു മോണ്യുമെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കാണാൻ പറ്റിയത് ലൈക്ക് ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. ഗൈസ്, ഇതാണ് മാതൃമന്ദിറിൻ്റെ ഇപ്പോഴത്തെ വർക്കും കാര്യങ്ങളും. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ അതിൻ്റെ എക്സ്പെക്റ്റഡ് ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ആൻഡ് 31/12/2025 തൊട്ട് 15/8/2027 വരെ ടോട്ടൽ 165 crore ഒരു പ്രൊജക്റ്റാണ് ഇതെന്ന് തോന്നുന്നു. കുറേ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ലൈക്ക് വിസിറ്റ് ചെയ്യാനും അതിൻ്റെ അകത്തോട്ടൊക്കെ പോകാനും നമുക്ക് പറ്റും. യെസ്, ഇവിടെ കുറച്ച് നേരം ബ്രേക്ക് എടുത്തിട്ട് ഇവിടുന്ന് പയ്യെ ഇറങ്ങാണ്. ഇനി ഇവിടുന്ന് തിരിച്ച് വീണ്ടും നടക്കാറുണ്ട്. സോ നടന്നിട്ട് നമ്മൾ ബാക്ക് ടു എനി അതർ പ്ലേസസ്. ഗൈസ്, നമ്മൾ ഫ്രഞ്ച് ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇന്നലെ വന്നപ്പോൾ എന്ത് മഴയായിരുന്നു. ഇന്നത് ഇത് നോക്ക്, ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് സണ്ണി ഈവനിങ്. അപ്പോൾ ഫ്രഞ്ച് ടൗണിൽ ഒരു വാക്കൊക്കെ നടത്തി, കുറച്ച് പിക്സൊക്കെ എടുത്ത്, കുറച്ച് നേരം ചില്ല് ചെയ്ത്, ഒരു സൺസെറ്റൊക്കെ കണ്ട്, ഏതൊരു കഫേയിൽ കുറച്ച് നേരം കോഫിയൊക്കെ കുടിച്ച്, അങ്ങനെ ഇന്നത്തെ ഡേ അങ്ങ് വൈൻഡപ്പ് ചെയ്യാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു. സോ യെസ്, ദാറ്റ്സ് ദ പ്ലാൻ. നമ്മൾ ബ്രെഡ് ആൻഡ് ചോക്ലേറ്റിൽ നിന്ന് കഴിച്ചു. റോക്ക് ബീച്ചിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു, റിലാക്സ് ചെയ്തു. ഇപ്പോഴും ഇവിടെ നല്ല ആളാണ്. 10:30 വരെ എനിക്കൊന്ന് റോക്ക് ബീച്ചുണ്ട്. സോ ലൈക്ക് നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമുക്കിവിടെ എനിക്കൊന്ന് 10:30 വരെ അലൗഡാണ് ഇവർക്ക് എല്ലാവർക്കും. സോ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ കാമാച്ചി നോൺ വെജ് ഹോട്ടലുണ്ട്, ഒരു ഫേമസ് ആണ്. സോ അവിടെ പോയി ഫുഡ് കഴിച്ച് തിരിച്ച് റൂമിൽ ദാറ്റ്സ് ലൈക്ക് ഡൺ ഫോർ ദ ഡേ. അടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊന്ന് പോയി റെസ്റ്റ് എടുക്കണം. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. നമ്മൾ കാമാച്ചി റെസ്റ്റോറൻറ്റിൽ നിന്ന് മട്ടൻ ബിരിയാണി. ബിരിയാണി ട്രൈ ചെയ്തു ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് സോ ഗുഡ്. അതൊരു എനിക്കൊന്ന് തമിഴ്നാട് സ്റ്റൈലിൽ സീരക സാമ്പ ബിരിയാണി ആ ഒരു സ്റ്റൈലാണ്. ബട്ട് ഇറ്റ് വാസ് നൈസ് ആക്ച്വലി. അധികം ഡൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ബട്ട് ഫുഡും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ഒത്തിരി എൻജോയ് ചെയ്തു. ഫുഡ് ഫ്ലേവർഫുൾ ആയതുകൊണ്ട് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റി.
ഇതാണ് നമ്മുടെ സ്റ്റേ. ലൈക്ക് ഒരു എന്താ പറയുക, ഒരു ബിഗ് ഹോളും ഒരു ലിവിങ് റൂമും ഒരു ഡൈനിങ് റൂമും എന്തൊക്കെയോ കുറേ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതൊരു ബെഡ്റൂമാണ്, അത് കിച്ചൺ, ഇത് ഒരു ബെഡ്റൂം, ഇവിടെ ഒരു വാഷ്റൂം, അവിടുത്തെ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് വാഷ്റൂമാണ്. സോ ഇതാണ് നമുക്കിവിടെ കിട്ടിയ സ്റ്റേ ആൻഡ് ഇറ്റ് ഈസ് റിയലി ഗുഡ് ആസ് വെൽ. കൊടുത്ത ആ ഒരു ബഡ്ജറ്റിനും എല്ലാം ലൈക്ക് ഫർണിച്ചറും ഐ മീൻ അധികം സോഫയും കാര്യങ്ങളും ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ലൈക്ക് നൈസ് ആൻഡ് നീറ്റ്ലി കെപ്റ്റ്. നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രഞ്ച് കഴിക്കാൻ വേണ്ടി മീനാക്ഷി വെജ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുക. സോ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ലൈക്ക് വണ്ടി നമുക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കണം. അപ്പം അത് കൊടുത്തിട്ട് പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡനോ അവിടെ എവിടെയെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കറങ്ങാം. സോ ഇറ്റ്സ് ലൈക്ക് ദി എൻഡിങ് പാർട്ട് ഓഫ് ദിസ് പോണ്ടിച്ചേരി വ്ളോഗ്. ആൻഡ് ഒരു ബ്രീഫ് സമ്മറി എങ്ങനെ ഉണ്ടായിരുന്നു പോണ്ടിച്ചേരി ട്രിപ്പ് എന്ന് ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയാം. ബട്ട് സ്റ്റിൽ നൗ ലൈക്ക് ഇറ്റ് ഈസ് ഗ്രേറ്റ്, ഇറ്റ് ഈസ് ഗുഡ്. സോ യാ, കഴിച്ചേച്ച് വരാം. ഗൈസ്, നമ്മൾ തിരിച്ച് മാളിൽ തന്നെ എത്തിയിരിക്കുകയാണ്. വേർ വി ഹാവ് സ്റ്റാർട്ടഡ് അവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് ഓൾമോസ്റ്റ് ഒരു 2 o'clock ആവറായി. 4 നമ്മളെ ബസ്. അപ്പം കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഫുഡ് കോർട്ടിലിരുന്ന് ഫുഡെല്ലാം കഴിച്ച് വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാക്ക് ചെയ്തിട്ട് ലൈക്ക് ബസ് കയറുക, അതാണ് പ്ലാൻ. ഗൈസ്, അങ്ങനെ ബസ് ബോർഡ് ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടെ 4 ആയപ്പം ബസ് എടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരിൽ ഒരു 10:30 ആണ് പറയുന്ന ടൈം, പക്ഷേ ഒരു 11:30 ആവുമായിരിക്കും. സോ ഇങ്ങനെ മെല്ലെ കിടന്ന് പുസ്തകമൊക്കെ വായിച്ച് അല്ലല്ലോ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എത്തിയിട്ട് ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പയ്യെ പറയാം. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഒരു ടീ ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക. 7:30 ആയി ഏകദേശം. ഇനിയിപ്പോൾ ഇവിടുന്ന് 3 hour ഒരു ജേണി ബാംഗ്ലൂർ എത്താൻ. ആൻഡ് ഒരു സ്റ്റോപ്പും കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ പറയുന്നുണ്ട് ഒരു സ്റ്റോപ്പും കൂടെ ഉണ്ടായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതൊരു 5-10 minutes ബ്രേക്ക്.